ധനം ബിസിനസ് മീഡിയയുടെ ഇന്നത്തെ ബിസിനസ് പൾസിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രമുഖ വ്യവസായി അനിൽ അംബാനിക്ക് ഓഹരി വിപണിയിൽ 5 വർഷത്തെ വിലക്ക്. ഓഹരി വിപണി നിയന്ത്രകരായ സെബിയാണ് വിലക്ക് കൽപ്പിച്ചത്. റിലയൻസ് ഹോം ഫിനാൻസ് കമ്പനിയുടെ ഫണ്ട് വകമാറ്റിയതിനാണ് കടുത്ത നടപടി. അനിൽ അംബാനിക്കൊപ്പം 2 ഡസൻ കക്ഷികളെയും പടിക്ക് പുറത്താക്കി. ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയുടെയും ഡയറക്ടറായോ മറ്റ് മാനേജ്മെന്റ് സ്ഥാനങ്ങൾ വഹിക്കാനോ ഇതുമൂലം അനിൽ അംബാനിക്ക് സാധിക്കില്ല. 25 കോടി രൂപ പിഴയും ചുമത്തി. ഉത്തർപ്രദേശിലെ 13 ലക്ഷം വരുന്ന സർക്കാർ ജീവനക്കാർ ഓഗസ്റ്റിലെ ശമ്പളം കിട്ടുമോ എന്ന ആശങ്കയിലാണ്. സ്ഥാവര ജംഗമ സ്വത്ത് വിവരം സർക്കാർ പോർട്ടലായ മാനവ് സമ്പാദയിൽ ഈ മാസം 31-നകം വെളിപ്പെടുത്തണമെന്ന് യോഗി സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. കൊടുക്കാത്തവർക്ക് ശമ്പളം മുടങ്ങുമെന്നാണ് മുന്നറിയിപ്പ്. വിവരം നൽകിയവർ 4-1 മാത്രം. മടിയിൽ കനമുള്ളവർക്ക് വഴിയിൽ പേടിക്കാതെ വയ്യ. നിശ്ചിത ഡോസ് മിശ്രിതങ്ങൾ അഥവാ FDC ഇനത്തിൽപ്പെട്ട 156 ഇനം മരുന്നുകൾ ദോഷകരമെന്ന് കണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരോധിച്ചു. കൂടിയ അളവിൽ പാരസെറ്റമോൾ ചേർന്നതും പനി, അലർജി, വേദന എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നതുമായ ആന്റി ബാക്ടീരിയൽ മരുന്നുകളും ഇതിൽ ഉൾപ്പെടും. എയ്സ്ക്ലോഫെനാക് 50 mgയും പാരസെറ്റമോൾ 125 mgയും ചേർന്ന വേദന സംഹാരിയാണ് നിരോധിച്ച ഒരു മരുന്ന്. യാത്രക്കാരെ പിഴിയാനുള്ള കാലമാണോ ഓണക്കാലം? വിമാന കമ്പനികൾ മുതൽ സ്വകാര്യ ബസ്സുകൾ വരെയുള്ളവർ യാത്രക്കാരെ ഊറ്റുന്നു. അതിൽ പിന്നോക്കം പോകേണ്ട എന്നാണ് KSRTCയുടെയും തീരുമാനം. ചെന്നൈ, എറണാകുളം ഗരുഡയിൽ കയറാനിരിക്കുന്നവരെ ഗരുഡൻ പറപ്പിക്കാനാണ് പുറപ്പാട്. കൂട്ടിയിരിക്കുന്നത് 600 രൂപ. കടം കയറി മുടിഞ്ഞതിന്റെ പരാക്രമം യാത്രക്കാരോടല്ല വേണ്ടു. മതിയായ യോഗ്യതയില്ലാത്ത പൈലറ്റിനെ കൊണ്ട് വിമാനം പറത്തിയ എയർ ഇന്ത്യക്ക് വ്യോമയാന ഡയറക്ടർ ജനറൽ 90 ലക്ഷം രൂപ പിഴ ചുമത്തി. ഓപ്പറേഷൻസ്, ട്രെയിനിംഗ് വിഭാഗങ്ങളുടെ ഡയറക്ടർമാർക്ക് 6-3 ലക്ഷം രൂപയും പിഴയിട്ടു. താക്കീത് പുറമെ. അല്ലെങ്കിൽ തന്നെ ജീവൻ പണയം വെച്ചാണ് യാത്രക്കാർ അകത്തിരിക്കുന്നത്. സ്വർണ്ണവില ഇന്ന് വീണ്ടും കുറഞ്ഞു. ഇന്നലെ ഗ്രാമിന് 30 രൂപയാണ് കുറഞ്ഞതെങ്കിൽ ഇന്നത്തെ ഇടിവ് 20 രൂപയാണ്. ഗ്രാമിന് ഇപ്പോൾ വില 6660 രൂപ. പവന് 53,280 രൂപ. വെള്ളിവില 3-ാം ദിവസവും പാറ പോലെ ഉറച്ചു നിൽപ്പാണ്. ഗ്രാമിന് 92 രൂപ തന്നെ. ഓഹരി വിപണിയിലേക്ക് നോക്കിയാൽ സെൻസെക്സിലും നിഫ്റ്റിയിലും ഇന്ന് വലിയ ചലനങ്ങൾ ഉണ്ടായില്ല. US ഫെഡറൽ റിസർവ് അധ്യക്ഷൻ ജെറോം പവലിന്റെ ജാക്സൺ ഹോൾ പ്രഭാഷണം വിപണിയിൽ സ്വാധീനം ചെലുത്തിയേക്കാം. അതിലേക്ക് കാതുകൂർപ്പിച്ചു നിൽക്കുകയാണ് ലോകമെങ്ങും നിക്ഷേപകർ. ന്യൂയോർക്ക് സമയം രാവിലെ 10-നാണ് പ്രസംഗം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.